ഇവിടെ SPCയുടെ PH ബൂസ്റ്റർ, ബയോഗ്രീൻ, ഭൂമിത്ര ഇത്രയും ഒരുമിച്ച് മിക്സ് ചെയ്ത് വളപ്രയോഗം ചെയ്യാൻ പോവുകയാണ് നമ്മളിവിടെ. ഇവിടെ ഏകദേശം കായ്ക്കുന്ന 20-22 വർഷമായ തെങ്ങുകളാണ്. ഏകദേശം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ തെങ്ങുകൾ അത്യാവശ്യം നല്ല കായ്ഫലം തരുന്നൊരു സമയമാണ്. ഇടത്തരം തെങ്ങുകളാണ്. ഇപ്പോൾ ഇതാണ് തെങ്ങിൻ്റെ അവസ്ഥ. ഓലയും പട്ടയെല്ലാം ഒടിഞ്ഞു കുത്തി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ മട്ടലെല്ലാം പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതാണ് തെങ്ങുകളുടെ അവസ്ഥ. ഇവിടെ കഴിഞ്ഞ വർഷം പൊട്ടാസ്, യൂറിയ, അതുപോലെ ആട്ടിൻകാഷ്ടം അങ്ങനെ പല വളങ്ങളും ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഓൾറെഡി എല്ലാ വർഷവും. പക്ഷേ ഇതൊന്നും തെങ്ങിൽ കാണിക്കുന്നില്ല. തെങ്ങ് ഓൾറെഡി കായ്ഫലം പോയിട്ട് ഒരു മുരടിച്ച വളർച്ചയാണ്. നമുക്കറിയാം മുരടിച്ച വളർച്ചയാണെങ്കിൽ അതിൻ്റെ കായ്ഫലം കുറവായിരിക്കും. ഏകദേശം 80ഓളം തെങ്ങുകൾ ഈ ഒരു 20-22 വർഷമായ റേഞ്ചിലുള്ള തെങ്ങുകളാണ്. എല്ലാം ഇതാണ് അവസ്ഥ. അപ്രതീക്ഷിതമായി തൊട്ടടുത്തുള്ള ഒരു സൈറ്റിൽ ഞാൻ അവിടെ SPCയുടെ പ്രൊഡക്റ്റുകൾ ഏകദേശം ഒരു 6 മാസം മുമ്പ് കൊടുത്തിരുന്നു. അവിടെ പക്ക ക്വാളിറ്റി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ ഒരു പ്രാവശ്യം ഇവർ SPCയുടെ പ്രൊഡക്റ്റ് മൊത്തത്തിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഈ പ്രാവശ്യം ഇവർ ആട്ടിൻകാഷ്ടം, അതുപോലെ പൊട്ടാസ്, യൂറിയ ഒന്നും കൊടുത്തിട്ടില്ല. SPCയുടെ പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അവിടെ SPCയുടെ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത് SPCയുടെ PH ബൂസ്റ്റർ, ബയോഗ്രീൻ. PH ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ശരിക്കും മണ്ണിൽ ശരിയായ രീതിയിൽ കാൽഷ്യം കിട്ടാനും അതുപോലെ 1 വർഷം 1.5 വർഷം വരെ മണ്ണിൻ്റെ PH മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് PH ബൂസ്റ്റർ. കൂടാതെ ഇതിൻ്റെ കൂടെ ബയോഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോളമൈറ്റ് മഗ്നീഷ്യം ആണ്. ഇത് നമ്മളെ കേരളത്തിലെ മണ്ണിൽ ഒരുപാട് കുറവാണ് ബയോഗ്രീൻ. അതുകൊണ്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഞ്ഞളിപ്പ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ബയോ കമ്പോസ്റ്റ് വളമായിട്ട് SPCയുടെ ഭൂമിത്ര. ശരിക്കും ഇതിൽ 14 തരങ്ങൾ അടങ്ങിയ മൂലങ്ങളൊരു ബയോ കമ്പോസ്റ്റാണ്. കടലിൽ നിന്ന് എടുക്കുന്ന സർഗാസ് പായൽ വരെ ഇതിനകത്ത് കിട്ടുന്നതാണ് ഈ ഭൂമിത്ര എന്ന ബയോ കമ്പോസ്റ്റ്. ഇത് 3 ബാഗും കൂടി തന്നെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇതുപോലെ 5-6 വർഷമായ തെങ്ങുകളാണ്. ഏകദേശം കായ്ക്കാറായ തെങ്ങുകളാണ്. ഇതാണ് അവസ്ഥ. ഇത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും കൊമ്പൻ ജില്ലയാണെന്ന്. കൊമ്പൻ ജില്ലയുണ്ട്. അതുപോലെ ആരോഗ്യമില്ലാതെ ഇതിൻ്റെ പട്ടങ്ങളെല്ലാം ഒടിഞ്ഞു തൂങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇതിനുള്ളൊരു കാരണം മണ്ണിലെ കാൽഷ്യം തീർന്നു പോയതാണ്. കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ശരിയായ രീതിയിൽ കാൽഷ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം എണീറ്റ് വരുന്നതാണ്. ഇത് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതാണ് അവസ്ഥ. തെങ്ങുകളെല്ലാം ഓലയും പട്ടയെല്ലാം ഒടിഞ്ഞു കുത്തി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തെങ്ങുകൾക്ക് ആരോഗ്യമില്ല, മണ്ണിന് ആരോഗ്യമില്ല, മണ്ണിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അതായത് മണ്ണ് പുളിപ്പുരസമാണ്, അസിഡിറ്റിക് സോയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വളങ്ങൾ ചെയ്തിട്ടും നമ്മൾ കാര്യമില്ല. ഈ വളങ്ങളൊന്നും വലിച്ചെടുക്കുന്ന ശേഷി ഈ പ്ലാന്റുകൾക്ക് ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ PH ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. അവർക്ക് മനസ്സിലാവും. ഇവിടുത്തെ PH എന്ന് പറയുന്നത് 5.1 ആണ്. അതായത് 5.1 ആണ്. നമുക്കിവിടെ ന്യൂട്രലായിട്ട് വേണ്ടത് 7 ആണ്. ഈ 7 കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ നമ്മൾ വളങ്ങൾ ചിന്തിച്ചിട്ടും വളങ്ങൾ കൊടുത്തിട്ടും കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം വളങ്ങളെല്ലാം മണ്ണിൽ തന്നെ കിടക്കുകയുള്ളൂ. നമുക്കിത് 7ലോട്ട് കൊണ്ടുവരാൻ വേണ്ടി SPCയുടെ PH ബൂസ്റ്റർ, അതായത് ഇത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇതൊരു വർഷം 1.5 വർഷം വരെ മണ്ണിൻ്റെ PH മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതായത് മണ്ണിൻ്റെ പുളിപ്പുരസം മെയിൻറ്റെയിനായി എപ്പോഴും ഒരു ഐഡിയലായിട്ട് ഒരു 7ൽ നിർത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ശരിയായ രീതിയിൽ ആരോഗ്യത്തോടെ കൊണ്ട് ശരിക്കും വളരുകയുള്ളൂ, ശരിയായ കായ്ഫലം കാണിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി SPCയുടെ PH ബൂസ്റ്റർ നമുക്ക് കൊടുക്കാം. കൂടെ ഒരുമിച്ച് തന്നെ SPCയുടെ ബയോഗ്രീൻ, ഡോളമൈറ്റ് മഗ്നീഷ്യം ആണ്.
കൂടെ ഭൂമിത്ര പറഞ്ഞ ബയോ കമ്പോസ്റ്റ് വളം, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും ഈ ഒരു തോട്ടത്തിൽ തന്നെ ഒരുപാട് വളങ്ങൾ മണ്ണിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഈ സ്പീസിയുടെ PH ബൂസ്റ്റർ, അതായത് ഈ വളപ്രയോഗം ചെയ്യുമ്പോൾ ഓൾറെഡി ഇതിലുള്ള വളങ്ങളെല്ലാം ചെടി വലിച്ചെടുക്കുന്നുണ്ടാവും. ഇതാണ് 4.5 എന്ന് പറയുന്നത് PH വിലയാണ്. ഇത് ശരിക്കും അസിഡിറ്റി സോയിലാണ്, പറ്റ ലോ ആണ് 4.5 എന്ന് പറഞ്ഞാൽ. 4.5 എന്ന് പറഞ്ഞാൽ മണ്ണ് അത്രയും പുളിപ്പരസാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പട്ടകളെല്ലാം ഒടിഞ്ഞു കുത്തി വരുന്നതും ആരോഗ്യമില്ലാതെ വളരുന്നതും. നമുക്കറിയാം, ആരോഗ്യമില്ലാതെ വളർന്നാൽ കായ്ഫലം കിട്ടില്ല. അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എന്ത് വളങ്ങൾ ചെയ്തിട്ടും നമ്മൾ കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാൽഷ്യമാണ്, കാൽഷ്യത്തിൻ്റെ കുറവാണ് മണ്ണിൽ കാണിക്കുന്നത്, കാൽഷ്യം, മഗ്നീഷ്യം. അപ്പോൾ അതിനുവേണ്ടി SPCയുടെ 3 പ്രൊഡക്റ്റും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏകദേശം ഒരു 3 മാസം 4 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. പുതിയ വരുന്ന ഇലകൾക്കെല്ലാം നല്ല കരുത്തും ആരോഗ്യവും നല്ല പച്ചപ്പും ചേഞ്ച് ചെയ്ത് വരും നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു കായ്ഫലമായിട്ട് കിട്ടുന്നത് 8 മാസത്തിനുള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ല കായ്ഫലമായിട്ടും കിട്ടുന്നുണ്ടാവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ തോട്ടക്കാരനെ ഒരു 1.5 വർഷം വരെ ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ നമുക്കറിയാം, ഇത്രയും ഇടത്തരം തെങ്ങുകൾക്കെല്ലാം മണ്ടേരി പ്രശ്നങ്ങൾ ഒരുപാടായിരിക്കും. അതായത് ആരോഗ്യമില്ലാതെ വരുന്ന പ്ലാന്റുകൾക്ക് മണ്ടേരി, അതുപോലെ കൊമ്പൻചില്ലി, ചെമ്പൻചില്ലി പല കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ എന്നറിയപ്പെടുന്ന ടാബ്ലറ്റ്, ഇതൊരു ഗുളികയാണ്. ശരിക്കും 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം മിക്സ് ചെയ്തതിന് ശേഷം ഇതുവരെ തെങ്ങിൻ്റെ പുതിയ വേരെടുത്ത് 300 മില്ലി നമുക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം തെങ്ങിന് അത്യാവശ്യം നല്ല പ്രതിരോധം കിട്ടുന്നതാണ്. കൂടാതെ മണ്ടരി പ്രശ്നങ്ങൾ, അതുപോലെ കൊമ്പൻചില്ലി, ചെമ്പൻചില്ലി, ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ഹോമിയോ അഗ്രോ കെയർ. അതുകൂടാതെ എപ്പോഴും തെങ്ങിന് നല്ലൊരു പ്രതിരോധമാണ്. ഏകദേശം നമ്മൾ ഈ വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40-45 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് മണ്ണിൽ PH ഒന്ന് ബാലൻസായി മണ്ണിൽ ആരോഗ്യം വെച്ച് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതിനുള്ളിലായിട്ട് നമുക്ക് ഈ വളപ്രയോഗം ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് SPCയുടെ ഹോമിയോ അഗ്രോ കെയറും കൂടി കെട്ടിക്കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഈ വളപ്രയോഗം ചെയ്യുന്ന ഈ ഒരു സമയത്ത് തന്നെ കെട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മതി. ഒരു 300 മില്ലി പുതിയ വേരെടുത്ത്. ഈ പ്രൊഡക്റ്റുകളെല്ലാം ഓൾ കേരള കൊറിയറായിട്ടും സൈറ്റ് വിസിറ്റ് ചെയ്ത് മണ്ണെല്ലാം ചെക്ക് ചെയ്ത് സൈറ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ഈ നമ്പറിൽ വാട്സാപ്പിൽ അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കൊറിയറായിട്ടും സൈറ്റ് ഡെലിവറിയും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.